നമസ്കാരം. സൗദി അറേബ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് എണ്ണ തന്നെയാണ്. സൗദി അറേബ്യ ഇന്ന് കാണുന്ന സൗദി അറേബ്യ ആക്കി മാറ്റിയതിൽ എണ്ണയ്ക്കുള്ള പങ്കും ചെറുതല്ല. പക്ഷേ സമീപകാലത്ത് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സൗദി അറേബ്യ എണ്ണയിൽ നിന്നും ഒന്ന് മാറി സഞ്ചരിക്കാനുള്ള ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്നത് തന്നെയായിരുന്നു ഇത്. അതെ, സൗദി അറേബ്യ സാമ്പത്തിക രംഗത്ത് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന സൂചന. സൗദിയുടെ എണ്ണ കമ്പനിയായ ആരാംകോയാണ് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന വിവരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എണ്ണ ഉൽപാദന ശേഷി പ്രതിദിനം 13 ദശലക്ഷം ബാരലായി ഉയർത്താനായിരുന്നു ആരാംകോയുടെ പദ്ധതി. എന്നാൽ ഇതിൽ നിന്നും പിന്മാറണമെന്നാണ് നിലവിൽ ആരാംകോയോട് സൗദി ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പകരം 12 ദശലക്ഷം ബാരൽ ശേഷി ലക്ഷ്യമിട്ടാൽ മതി എന്നുള്ള നിർദ്ദേശവും ഇവർക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ സൗദി അറേബ്യ 9 ദശലക്ഷം ബാരലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാംകോ ഈ ഒരു തീരുമാനത്തിൽ നിന്നും കൂടുതലായി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. 2027 ആകുമ്പോഴേക്കും എണ്ണ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ നേരത്തെ തന്നെ സൗദി അറേബ്യ ചില പദ്ധതികൾ ഇട്ടിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി സൗദി അറേബ്യ മാറ്റിവെച്ചത്. ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടെ കൂടുതൽ എണ്ണയ്ക്ക് ആവശ്യം വരും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു പദ്ധതി ആ സമയത്ത് സൗദി അറേബ്യ വിഭാവനം ചെയ്തത്. എന്നാൽ എല്ലാം നിർത്തിവെക്കാൻ തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ പുതിയ തീരുമാനം. ഇതോടെ സൗദി അറേബ്യയുടെ തീരുമാനത്തിന് പിന്നിൽ എന്ത് എന്നുള്ള ചർച്ചകളും ചൂടുപിടിക്കുന്നുണ്ട്. ഉൽപാദന ശേഷി കുറയ്ക്കുന്നു എന്നതുകൊണ്ട് ഒരിക്കലും എണ്ണ കയറ്റുമതി സൗദി അറേബ്യ കുറയ്ക്കും എന്നത് അർത്ഥമാക്കുന്നില്ല. പ്രകൃതിവാതകവും അതിനോടൊപ്പം പുനരുപയോഗ ഊർജവും വൈദ്യുതി മേഖലയിലും മറ്റ് ആഭ്യന്തര രംഗത്തും ഉപയോഗിക്കുവാനും കൂടുതൽ എണ്ണ കയറ്റുമതിക്ക് വേണ്ടി നീക്കിവെക്കുവാനും തന്നെയാണ് സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ടൂറിസം, വിനോദം എന്നിവയിലും വിപ്ലവകരമായ ചില തീരുമാനങ്ങളാണ് സൗദി അറേബ്യ സമീപകാലത്ത് കൈക്കൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം, അവിടെ സിനിമ തിയേറ്റർ അല്ലെങ്കിൽ ബാറുകൾ തുടങ്ങിയ സംവിധാനങ്ങൾ വരെ സൗദി അറേബ്യ, ഒരു ഇസ്ലാം രാഷ്ട്രമായ സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്നുണ്ട്, അവർ വിഭാവനം ചെയ്യുന്നുണ്ട്. അതിനർത്ഥം പരമ്പരാഗതമായ എണ്ണയിൽ നിന്ന് മാത്രമല്ല, മറിച്ച് പുതിയ പദ്ധതികളിലൂടെ, പുതിയ മേഖലകളിലൂടെ രാജ്യത്തിന് കൂടുതൽ വരുമാനം കണ്ടെത്തുക എന്ന് തന്നെയാണ്. അങ്ങനെ എണ്ണയിൽ നിന്നും തങ്ങൾക്ക് ലഭിച്ച ഒരു അഭിവൃദ്ധി അത് മറ്റ് വരുമാന മേഖലകളിൽ നിന്നുകൂടി നേടിയെടുത്തുകൊണ്ട് ആ അഭിവൃദ്ധിയിൽ തുടരുക തന്നെയാണ് സൗദി ഭരണകൂടത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.